വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മൾ ഒരു പടമാണ് വരയ്ക്കാൻ പോണത്. ഈ കാണുന്ന പടമാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു പടം വരയ്ക്കാം. ഫസ്റ്റ് ഒരു സ്ലാൻഡഡ് ലൈൻ വെറുതെ വരയ്ക്കുക. എന്നിട്ട് ഞാൻ കാണിക്കുന്ന മെഷർമെൻറ്റ്സ് ഒക്കെ മേളിൽ നിന്ന് എടുക്കുക. പിന്നെ രണ്ടാമത് കാണിച്ച മെഷർമെൻറ്റ്സ് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ വീഡിയോയിൽ കാണുന്നതൊക്കെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫേസിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ടച്ചപ്പ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ എടുക്കുക. എന്നിട്ട് ഐബ്രോസും ഐയും വരയ്ക്കാണ്ട് നമ്മൾ സൈഡിലോട്ട് ഒരു എക്സ്റ്റെൻഡഡ് ലൈൻ എടുക്കുക. ഐസ് കുറച്ച് ബ്ലിങ്ക്ഡ് ആയിട്ടാണ് വരച്ചേക്കുന്നത്, അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ വരയ്ക്കണം. അവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നമ്മൾ ജോയുടെ പോർഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലത്തെ ലൈൻസ് ഒക്കെ തുടച്ചു കളഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇയർ ആണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ വരയ്ക്കുക. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് വരച്ച പടമൊന്നുമല്ല, ഞാനിത് ഫോണിൽ കണ്ട് പഠിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളിത് ആ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ഡാർക്ക്, ഇപ്പോൾ 8B 10B ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഷെയ്ഡ് ചെയ്യുന്ന ഫുള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലോങ് ആയി പോകും, അപ്പം കാണാൻ കുറച്ച് രസം ഉണ്ടാവില്ല. അപ്പോൾ ഹെയർ വന്നിട്ട് നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും മിക്സ് ചെയ്തെടുക്കണം. താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആക്കുന്നതായിരിക്കും കാണാൻ രസം. പിന്നെ ഇപ്പം ഞാൻ ബ്ലെൻഡിങ് സ്റ്റെമ്പാണ് യൂസ് ചെയ്യുന്നത്. അതില്ലാത്തവർക്ക് ജസ്റ്റ് ബഡ്സ് ആണെങ്കിലും നമ്മുടെ ഹാൻഡ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഹൈലൈറ്റേഴ്സ് ഒക്കെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അത് കുറച്ച് ചെറുതും വലുതും ഒക്കെ ആയിട്ട് കൊടുക്കുക. പിന്നെ ഐ ലിഡ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കണം. ലിപ്പും ഇതുപോലെ തന്നെ ബ്ലെൻഡിങ് സ്റ്റെമ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതില്ലാത്തവർക്ക് ഇയർ ബഡ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഡ്രോയിങ്സ് ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാവും.